ലാമിനേഷൻ കഴിഞ്ഞ ഈ റോള് അടുത്ത പ്രോസസ്സിംഗ് ആയ സ്ലിറ്റിംഗ് മെഷീനിലേക്കാണ് പോകുന്നത്. പ്രിന്റിംഗ് ലാമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സ്ലിറ്റിംഗ് ആണ്. സ്ലിറ്റിംഗ് മെഷീനിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലാമിനേഷൻ കഴിഞ്ഞ സാധനത്തിന്റെ സൈഡിൽ വരുന്ന എക്സ്ട്രാ എഡ്ജസ്, അതുപോലെ തന്നെ ഇടയിൽ വരുന്ന വേസ്റ്റേജ്, ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒരു പെർഫെക്റ്റ് റോളാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ മെഷീനിൽ ചെയ്യുന്ന വർക്ക്. ഈ മെഷീനിൽ വെച്ച് തന്നെയാണ് അടുത്ത മെഷീനായ പൗച്ചിങ് മെഷീനിലേക്കുള്ള റോളുകൾ തയ്യാറാക്കുന്നതും. ചില കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഓൾറെഡി ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതുപോലെ റോൾ ഫോം ആയിട്ടാണ് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ പരിചയം ഉണ്ടാവും, നഷാദി പുതിയ ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഗ്രോസറി ഷോപ്പിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലോ. അപ്പോൾ ഇവർക്ക് റോൾ ഫോം ആയിട്ടാണ്, റോൾ രൂപത്തിലായിട്ടാണ് പോകുന്നത്. കാരണം ഇത് സാഷയാണ്. അപ്പോൾ ഇതിലേക്ക് റോൾ രൂപത്തിലേക്കായി പോകുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ അവർക്ക് റോള് സപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു റോള് അവരുടെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇതുപോലെ ഈ രൂപത്തിലേക്ക് ആക്കുന്നത്. ഈ ഒരു ജോബ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു 3 അപ്സ് ആയിട്ടാണ് നമ്മളിത് പ്രിന്റ് ചെയ്യുക. ഇത് അവരുടെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിൽ ഒരിക്കലും ഇത് 3 അപ്സ് ആയിട്ട് അവർക്ക് പാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആവശ്യമായ രീതിയിൽ സിംഗിൾ ഓരോ പീസസ് ആയിട്ട് നമ്മൾ റോളാക്കി ആണ് ഇത് സപ്ലൈ ചെയ്യുക. സൈഡിൽ വരുന്ന വേസ്റ്റേജ് എല്ലാം റിമൂവ് ചെയ്ത് സിംഗിൾ റോൾ ആയിട്ട് ആണ് അവർക്ക് സപ്ലൈ ചെയ്യുക.